ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മഴ നിർത്താതെ പെയ്യുമ്പോഴും ദൈവമക്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഓരോ പ്രഭാതത്തിലും നന്മ ചെയ്ത് ജീവിക്കാനുള്ള ആഗ്രഹം തൻ്റെ ഉള്ളിൽ ഉടലെടുക്കുകയും ചെയ്യുന്നതിന് ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. സ്നേഹമുള്ള ഈശോയെ, അവിടുന്ന് ഓരോ മക്കളോടും കാണിക്കുന്ന കാരുണ്യം എത്രയോ വലുതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അങ്ങയുടെ കാരുണ്യം അനുഭവിച്ചറിയുന്നു. ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് പ്രവചന വരത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നമ്മളിലും മറ്റുള്ളവരിലും ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ദൈവം താൻ വിളിച്ചവർക്ക് ആത്മാവിനെ അളവില്ലാതെയാണ് കൊടുക്കുന്നത്. വ്യക്തമായി പറയുന്നത്, ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അവൻ സംസാരിക്കുന്നു. ദൈവം ആത്മാവിനെ അളന്നല്ല കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഏതാണ്? നിശ്ചിതമായ അളവിലല്ല ആത്മാവിനെ കൊടുക്കുക. ദൈവത്തിൻ്റെ ഹിതപ്രകാരം പ്രവർത്തിക്കുവാൻ വേണ്ടി സമർത്ഥമായി ആത്മാവിനെ ദൈവം നൽകുകയും. 1 കൊരിന്തോസ് 14-ാം അധ്യായം 23-ാം തിരുവചനത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്: സഭ മുഴുവൻ സമ്മേളിച്ചിരിക്കെ നിങ്ങൾ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അവിശ്വാസിയോ അജ്ഞനോ അവിടെ വന്നാൽ അവന് ആ പ്രവചനങ്ങളെല്ലാം അവൻ്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ വെളിപ്പെടുത്തും. ഒന്ന്, സ്വയം വിധിക്കുവാനും തന്നെ മനസ്സിലാക്കുവാനും. മൂന്നാമതായി പറയുന്നത്, അവൻ തൻ്റെ കുറവുകൾ അല്ലെങ്കിൽ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും ഇടയാക്കും. തന്നെ വിധിക്കുക, തന്നെ പരിശോധിക്കുക. മൂന്നാമതായി പറഞ്ഞത്, അവൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ അവന് ലഭിച്ചു കഴിയുമ്പോൾ അവൻ 2 കാര്യങ്ങൾ ചെയ്യുവാൻ നിർബന്ധിതനാകും. ഒന്ന്, ദൈവമായ കർത്താവിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് അവൻ ആരാധിക്കും. രണ്ടാമതായി അവൻ ചെയ്യുന്നത്, നിങ്ങളുടെ ഇടയിൽ ദൈവമുണ്ട് എന്ന് അവൻ പ്രഖ്യാപിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വരങ്ങൾ അജ്ഞനും അവിശ്വാസികൾക്ക് പോലും ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാക്കുന്നതാണ്. അവൻ നിങ്ങളുടെ ഇടയിൽ ദൈവമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പ്രവചനത്തിൻ്റെ ആത്മാവ് പ്രവാചകർക്ക് വിധേയമാണ്. ദൈവം കോലാഹലത്തിൻ്റെ ആത്മാവല്ല, സമാധാനത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ കോലാഹലമുണ്ടാക്കുന്ന ഒരു ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, സമാധാനത്തിൻ്റെ ദൈവത്തെ. ഹല്ലേലൂയ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള ഈശോയെ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്
കമൻ്റ് ബോക്സിലൂടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടാണ്. സ്നേഹനാഥന ഈശോയെ, എല്ലാ ക്യാൻസർ രോഗികളെയും അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ഈശോയെ, ആ ക്യാൻസർ രോഗികളെ നീ സൗഖ്യപ്പെടുത്തണമേ. കർത്താവേ, ശരീരത്തിൻ്റെ രോഗാണുക്കളെ പൂർണ്ണമായും നീ നിഷ്കാസനം ചെയ്യണമേ. അനേക സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നു, ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. ആ വ്യക്തി കുടുംബത്തിൽ വ്യാപൃതനാകാത്തതിൻ്റെ പേരിൽ, അവരുടെ കർത്തവ്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ആ കുടുംബം മുഴുവൻ അസ്വസ്ഥതയിലാണ്. ഈശോയെ, നിനക്ക് ഒരു നിമിഷം മതി അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരുവാൻ, അവരെ സൗഖ്യപ്പെടുത്തുവാൻ. നാഥാ, നിന്റെ ആണിപ്പാടുള്ള കരം അവരിലേക്കൊന്ന് നീട്ടണമേ. ആ രോഗികൾ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. നിന്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. അനേകരുടെ ജീവിതത്തിൽ സാക്ഷ്യം വയ്ക്കാനുള്ള കൃപയും അനുഗ്രഹവും മക്കൾക്ക് കൊടുക്കണമേ. ശരീരത്തിന് ട്യൂമർ രോഗമുള്ളവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്യാൻസർ രോഗികളെയും ട്യൂമർ രോഗികളെയും നീ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ, ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.